ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആണേ. നമ്മുടെ വീട്ടിലെ പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സും അതെല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. കൂടാതെ നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മളൊരു 20ഓളം ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഇനങ്ങളാണ്. ചെടികളായിട്ട് നമ്മൾ കൂടുതലും വെച്ചേക്കുന്നത് കുബേരയാണ് നമ്മുടെ വീടിന് ചുറ്റും. അത് ഫ്രണ്ടിലാണ്, അതും ചട്ടിക്കകത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കുബേരച്ചെടി എന്ന് പറയുമ്പോൾ നല്ല ഐശ്വര്യവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീടിന് ഫ്രണ്ടിലെ ചട്ടിയിലെല്ലാം നമ്മൾ കുബേരച്ചെടിയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കൂടാതെ നമ്മൾ സ്നേക്ക് പ്ലാന്റും ലക്കി ബാമ്പും ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിലെ നമ്മൾ സ്നേക്ക് പ്ലാന്റും ലക്കി ബാമ്പുമാണ് വെച്ചേക്കുന്നത്. മതിലിനോട് ചേർന്ന് നമ്മൾ ഓർക്കിഡും കുബേരയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത ഒരു ചെറിയ പുല്ല് ഗാർഡനാണ്. ഏതാണ്ട് 2-3 വർഷത്തോളമായി നമ്മളിത് സെറ്റ് ചെയ്തിട്ട്. ഇപ്പം പുല്ലെല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനതിൻ്റെ മണ്ടയെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കിയപ്പോഴാണ് അതിൻ്റെ അടിവശമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കിളിച്ച് വരുമ്പോൾ നോർമലായിട്ട് നല്ല പച്ച കാണും. പിന്നെ അതിൽ സെറ്റ് ചെയ്ത കൊക്കും മഷ്റൂമും ഒക്കെ വൈഫ് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സിമെൻറ്റ് വെച്ചാണ് നമ്മളത് ഉണ്ടാക്കി വെക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഗാർഡൻ അല്ലേ, അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്തതാണ്. ചെറിയൊരു ഗാർഡനാണ്, ഒരു 3 പേർക്ക് ഇരിക്കാം. ഇനി ഒരു ചെയറൂടെ വെക്കുവാണെങ്കിൽ നമുക്ക് 4 പേർക്കായാലും സുഖമായിട്ടിരിക്കാം. നമ്മൾ മണ്ണെല്ലാം ലെവൽ ചെയ്ത് ബബിൾസ് എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് വാങ്ങി എല്ലാം വിരിച്ച് റെഡിയാക്കിയിട്ടേക്കുവാണ്. കൂടാതെ നടുക്ക് നമ്മൾ ഗ്രാനൈറ്റ് പീസും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് പീസ് കൊടുക്കുമ്പോൾ വെള്ളയുടെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ആകുമ്പോൾ നല്ലൊരു കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മളതിൻ്റെ സെൻട്രലായിട്ട് ഒരു കറങ്ങുന്ന ടേബിളും റെഡിയാക്കിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തന്നെ നമ്മൾ വെൽഡ് ചെയ്യിച്ച് റെഡിയാക്കി എടുത്തതാണ്. കൂടാതെ നമ്മൾ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉരലുണ്ടല്ലോ, അത് കമത്തിയിട്ടേക്കാണ്. അതേൽ എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റും കൊടുത്ത് സെൻട്രലാണെങ്കിൽ ഗോൾഡൻ കളർ ബോർഡറും കൊടുത്തേക്കുവാണ്. എത്രയോ വീട്ടുകളിൽ ഉരലൊക്കെ ചുമ്മാതെ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്കായാലും ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാണ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തത്. നമുക്കൊരു ചായ കുടിക്കാനോ ഒന്ന് വന്നിരുന്ന് സംസാരിക്കാനോ ഒക്കെ ഒരു പ്രത്യേക സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ. നമ്മുടെ ഗാർഡനിലെ ലൈറ്റാണ് ഇത്. ഒരു പൈപ്പിലൂടെ നമ്മൾ കേബിൾ കൊടുത്തിട്ട് മണ്ടയ്ക്ക് കുപ്പിയാണ്, ഒരു അടപ്പുള്ള കുപ്പി വെച്ചാണ് ആ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തേക്കുന്നത്. ഇതിന് നടുക്കായിട്ട് നമ്മുടെ ഒരു പ്ലാന്റാണ്, ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും. ഇത് ശരിക്കും പൂക്കാറുമുണ്ട് കായ്ക്കാറുമുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഫ്രൂട്ടായിരിക്കും. ഇത് കഴിച്ച് ഒരു 3-4 മണിക്കൂർ നമ്മൾ പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഇത് നിറയെ പൂവുണ്ട്. ഇത് കായായി കഴിയുമ്പം ഒറ്റയടിക്ക് ഒരു 10, 30, 40 കായൊക്കെ നമുക്ക് കിട്ടും. ഇത് ഓൾ സീസൺ മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇതിലെപ്പോഴും കാണും ഫ്രൂട്ട്. ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പച്ചമാങ്ങ ആയാലും പുളി ആയാലും എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഇത് കഴിച്ച് ഒരു 3-4 മണിക്കൂറത്തേക്ക് നമ്മുടെ വായിൽ ഈ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരമായിരിക്കും. ഇത് നമ്മുടെ ഗാർഡനിൽ തന്നെ ഉള്ളതാണ്. ഒരു റെഡ് അടയ്ക്കാമരമാണ്. അലങ്കാര പ്ലാന്റായിട്ട് എല്ലാ വീടുകളിലും കാണാം. നല്ല ഭംഗിയാണ് ഇത് കാണാനും. ഈ ഗാർഡൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണാൻ. ഈ ഗാർഡൻ്റെ ചുറ്റുപാട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, ഒരു ബോർഡർ എന്ന രീതിയിൽ. അത് കൂടുതലും പുൽച്ചെടിയും അങ്ങനെ ചെറിയ കുറ്റിച്ചെടിയായിട്ട് വരുന്ന ചെടികളാണ് ഈ നട്ടേക്കുന്നത്. ഇത് നമ്മുടെ ചിക്കുവാണ്, സർപ്പോട്ട എന്നൊക്കെ പറയത്തില്ലേ, ആ ഫ്രൂട്ടാണ്. ഇതിലും കായുണ്ട്, എപ്പോഴും കായ്ക്കുന്നതാണ്. ചൂട് സമയത്തൊക്കെ ഇതിൻ്റെ ഒരു തണൽ വരുമ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നല്ലൊരു തണുപ്പ് കിട്ടും നമ്മുടെ ഗാർഡന്. ചിക്കു നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഒരു 5 വർഷത്തോളമായിട്ടുണ്ട്. നമുക്കൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പൂക്കാൻ തുടങ്ങി. നിറയെ കായുണ്ട്, നല്ല മധുരമാണ് കേട്ടോ.
ആദ്യം പൂത്ത സമയത്തൊക്കെ നമുക്ക് കൊഴിഞ്ഞു പോകുമായിരുന്നു. അതിന് ശേഷം ഒരു 2-3 തവണ പൂത്ത് അതിന് ശേഷമാണ് നമുക്ക് കാ കിട്ടാൻ തുടങ്ങിയത്. ഇത് നമ്മുടെ ആ ഗാർഡൻ്റെ ചുറ്റും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഇലച്ചെടികളില്ലേ, അതാണ് ഒരു ബോർഡർ എന്ന രീതിയിൽ. പ്ലാന്റിൻ്റെ പേരറിയാത്തത് കൊണ്ടാണ് ഞാൻ പേര് പറയാഞ്ഞത്. നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ജബോട്ടിക്കാവ ഹൈബ്രിഡ് ആണ്. നമ്മുടെ മരമുന്തിരി എന്നൊക്കെ പറയത്തില്ലേ, ആ ഫ്രൂട്ടാണ്. നമ്മൾ വാങ്ങി വെച്ചിട്ട് ഒരു 3 വർഷത്തോളം ആകുന്നുണ്ട്. ഇതുവരെ കായ്ച്ചിട്ടില്ല. നമ്മൾ സമയാസമയം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളൂ. രാസവളം ഉപയോഗിക്കാറില്ല. വീടിൻ്റെ ഏകദേശം നമ്മുടെ ഇടതുവശത്തായിട്ട് വരും, ഫ്രണ്ടിൽ തന്നെ. നമ്മൾ വീട്ടിൽ മൊത്തം ഇൻ്റർലോക്ക് ഇട്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് ഇടയ്ക്കൊന്ന് ഫ്രൂട്ട് പ്ലാന്റ് എന്തെങ്കിലും വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ സ്ക്വയർ രീതിയിൽ ഇൻ്റർലോക്ക് മാറ്റി അവിടെ ഒരു ബോർഡർ കൂട്ടാക്കി നമ്മൾ അതിൻ്റെ അകത്താണ് ഇത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒത്തിരി വലിയ മരങ്ങളാകുന്ന ചെടികളല്ല. ഈ ഹൈബ്രിഡ് ഇനമെന്നൊക്കെ പറയുമ്പം ചെറിയ കുറ്റിച്ചെടി കൂട്ടും ആ ഒരു രീതിയിലാകുന്ന മരങ്ങളാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനും അത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായി നിന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാനും. നല്ല ഫ്രൂട്ടാണ് കഴിക്കാനും. നമ്മുടെ ബുഷ് ഓറഞ്ചാണ്. ഇത് പുളിയാണ്, നല്ല പുളിയുള്ളതാണ്. ഇത് ജ്യൂസ് അടിക്കാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാരങ്ങയ്ക്ക് പകരം ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്, നല്ല ഓറഞ്ച് കളറാണ്. ഇത് പഴുത്ത് കഴിയുമ്പോഴേ നല്ല ഓറഞ്ച് കളറാണ്. ഈ ബുഷ് ഓറഞ്ച് ഓൾറെഡി പൂത്തതാണ്. നമുക്കൊരു 4-5 ഓറഞ്ച് കിട്ടിയായിരുന്നു അതിൽ നിന്ന്. നല്ല പുളി എന്ന് വെച്ചാൽ നല്ല പുളിയാണ്. ഇത് ജ്യൂസിന് വേണ്ടി മാത്രമുള്ള ഓറഞ്ചാണ്. നമ്മുടെ വീടിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു മിറാക്കിളിൻ്റെ തൈ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്ലാന്റാണ് അവിടെ നിൽക്കുന്നത്. പഴയ ആൾക്കാരൊക്കെ പറയുമായിരുന്നു ഈ നാരകം കൂട്ടുള്ള ചെടികളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ സ്ത്രീകൾ നടുവാണെങ്കിൽ നാട് വിട്ടു പോകും അല്ലെങ്കിൽ നശിച്ചു പോകുന്നൊക്കെ. അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. ചൈനക്കാർ ഈ ഒരു പ്ലാന്റാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഐശ്വര്യത്തിന് വേണ്ടി വെക്കുന്നത്. ബുഷ് ഓറഞ്ചാണ്. നമ്മുടെ മനില ടെന്നീസ് ബോൾ ചെറിയാണ്. ചെറിയുടെ ഇനത്തിൽപ്പെട്ട് തന്നെ വേറൊരു ഇനമാണ്. ഫിലിപ്പീൻസിൻ്റെ ഒരു ഫ്രൂട്ടാണ്. അതിനാണ് മനില ടെന്നീസ് ബോൾ ചെറി എന്ന് പറയുന്നത്. മനില എന്ന് പറയുമ്പോഴേ ഫിലിപ്പീൻസിൻ്റെ ക്യാപിറ്റലാണ്. തക്കാളി ചെറിയില്ലേ, അതിൻ്റെ കൂട്ടൊക്കെ ആയിരിക്കും. നല്ല രസമാണ് കാണാൻ. അത്യാവശ്യം പുളിയും മധുരമൊക്കെ ഉള്ള നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് നമ്മൾ വെച്ചിട്ട് ഒരു 3 വർഷത്തോളം ആകുന്നുണ്ട്. ഇതുവരെ ഇത് ഫ്രൂട്ടൊന്നും ആയിട്ടില്ല. നല്ല വളർച്ചയുണ്ട്, നല്ല ഹൈറ്റിലോട്ട് പോയിട്ടുണ്ട്. ഹൈറ്റ് അധികം ആകാതിരിക്കാനേ നമ്മളതിൻ്റെ മണ്ടയെല്ലാം വെട്ടി കൊടുക്കുന്നുണ്ട്. ഏതൊരു പ്ലാന്റ് ഉണ്ടെങ്കിലും അതിൻ്റെ മണ്ടയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവിടുന്ന് പൊട്ടിക്കിളിക്കും. അപ്പം നമുക്ക് അധികം ഹൈറ്റിലോട്ട് പോകത്തില്ല. നമുക്കൊരു ഫ്രൂട്ട് ഉണ്ടായി തന്നെ നമുക്ക് കൈ എത്തി പറിക്കാവുന്ന രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു കിളിക്കൂടാണ്. ഇത് നമ്മൾ ഒരു 7-8 വർഷം ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇത് കിളികളൊന്നുമില്ല. നമ്മുടെ കിളികളെല്ലാം ചത്തുപോയതിന് ശേഷം നമ്മളിതിപ്പം അങ്ങനെ കിളികളെയൊന്നും മേടിച്ചിടാറില്ല. പിന്നെ ഒരു ഭംഗിയായിട്ട് അവിടെ അങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് ഞാനൊന്ന് പെയിൻ്റ് അടിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു മാവാണ്, നംഡോക്കിമാനി ഗോൾഡ് എന്ന് പറയും. ഇതും ഏകദേശം ഒരു 1.5 വർഷത്തോളമായി നമ്മളിത് വെച്ചിട്ട്. മാവുകളുടെ ഇനത്തിൽപ്പെട്ടതിൽ ഏറ്റവും ബെസ്റ്റ് കാലാപ്പാടി, നംഡോക്കിമാനി, അങ്ങനെ കുറേ മാവാണ്. നംഡോക്കിമാനി ഗോൾഡും ഉണ്ട്, റെഡും ഉണ്ട്. നമ്മൾ വെച്ചേക്കുന്നത് നംഡോക്കിമാനി ഗോൾഡാണ്. നമ്മൾ ഇൻ്റർലോക്ക് ഇളക്കി അവിടെ ഒരു സ്ക്വയർ രീതിയിലാക്കി അവിടെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മുടെ ആപ്പിൾ ചെറി അല്ലെങ്കിൽ തക്കാളി ചെറി എന്നൊക്കെ പറയത്തില്ലേ, ആ ചെറിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മരമായിരുന്നു. മരമെന്ന് വെച്ചാൽ വലിയൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പം ഇത് ഉണങ്ങിപ്പോയായിരുന്നു. ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിക്കിളിച്ച് വന്നതാണ്. ഇതും കായ്ക്കാറുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ചെറി കിട്ടാറുണ്ട് ഇതിൽ നിന്ന്. അടുത്തായിട്ട് നമ്മൾ വരുന്നത് ഒരു മൾബറി പ്ലാന്റ് ആണ്. ഇതിൻ്റെ എല്ലാം മണ്ട ഞാൻ വെട്ടി നിർത്തിയൊക്കെയാണ്. കാരണം ഈ മണ്ട വെട്ടുന്നതെന്ന് പറഞ്ഞാൽ മഴ സീസണിൽ വെട്ടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിക്കിളിക്കും, നമ്മുടെ ചെടി ഉണങ്ങത്തുമില്ല. പിന്നെ അതിനോട് ചേർന്ന് നമ്മുടെ ഒരു കറിവേപ്പ് നിൽപ്പുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കറിവേപ്പാണ്. ഇത് നമ്മുടെ ഒരു ചെറിയ ആപ്പിൾ ചാമ്പയുടെ തൈയാണ്. നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ്. നമ്മുടെ കിച്ചൻ്റെ എൻട്രൻസ് ആണ്. അപ്പം അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഒരു വെള്ളപ്പൂ ഉണ്ടാകുന്ന കുറ്റിച്ചെടി കൂട്ട് വരത്തില്ലേ, ആ ഒരു ചെടിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. എൻട്രൻസിലായിട്ട് 2 സൈഡിലുമായിട്ടാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഇതിലിപ്പോൾ ഫ്ലവർ കുറവാണ്, പക്ഷേ ചില സമയത്ത് നല്ല രീതിയിൽ ഇത് പൂക്കും. അപ്പം നല്ല രസമാണ് ഇത് കാണാൻ. ഒത്തിരി നല്ല ചെറിയ വൈറ്റ് ഫ്ലവറാണ്. ഇത് നമ്മുടെ ഒരു മുള്ളാത്തയാണ്.
ഇത് അത്യാവശ്യം വലിയ പ്ലാന്റാണ്. ഇത് മഴയത്ത് ചാഞ്ഞത് കൊണ്ട് ഞാനൊരു ഒതയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കുകയാണ്. ഈ ക്യാൻസർ ഉണ്ടാകാതിരിക്കാനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്കൊരു 4 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2 ഉള്ളൂ. ബാക്കി 2 ഉണങ്ങിപ്പോയി. അതിലിപ്പോൾ ഒരു കായുണ്ട്. ഒന്നല്ല 2, 3 കായുണ്ട്. ഒരെണ്ണം ഇച്ചിരി വലുതായിട്ടുള്ളൊരു കായുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നതാണ് കേട്ടോ. ഏകദേശം 1 കിലോയ്ക്ക് അടുത്തൊക്കെ ഇതിൻ്റെ ഫ്രൂട്ട് വരും. ഇനി അടുത്തത് നമ്മൾ വേറൊരു മുള്ളാത്തൂടെ കാണിക്കാം. ഇതും ചാഞ്ഞുകൊണ്ട് ഒതയൊക്കെ കൊടുത്ത് വെച്ചേക്കുവാണ്. ഇതും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് ഫ്ലവറുണ്ട്. എല്ലാ ഫ്ലവറും ഒന്നും കായാകണമെന്നില്ല. ഇതിൻ്റെ ഫ്ലവർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഈ മുള്ളാത്തയുടെ ഫ്രൂട്ട് നമുക്ക് നാട്ടിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റാണ്, നല്ല വിലയാണ്. കിലോയ്ക്ക് ഏകദേശം 600 രൂപ വരെയൊക്കെ ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ പ്ലാന്റാണ്. കൂട്ട് വലുതായ ഒരു 2 പ്ലാന്റ് കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഉണങ്ങിപ്പോയതാണ്. എന്ത് കാരണമാണെന്നൊന്നും അറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഒരു 3 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. റെഡും വൈറ്റും പിന്നെ യെല്ലോയും. ഈ നിൽക്കുന്നത് റെഡും വൈറ്റുമാണ്. ഇനി യെല്ലോ നമ്മുടെ അപ്പുറത്ത് നിൽപ്പുണ്ട്. അതും കാണിച്ചു തരാം. ഇനി അടുത്തായിട്ട് നമ്മുടെ റംബുട്ടാനാണ്. N80 വെറൈറ്റിയാണിത്. ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു 6 മാസമായതേ ഉള്ളൂ. ഇത് 2 വർഷത്തിനുള്ളിൽ പൂക്കുമെന്നാണ് അവർ മേടിച്ച് വെച്ചപ്പം പറഞ്ഞത്. ഇനി നമുക്ക് കണ്ടറിയാം എത്ര വർഷത്തിനുള്ളിൽ പൂക്കുമെന്നോ N80 ആണെന്നോ. അതൊക്കെ നമുക്ക് പ്ലാന്റ് കൊണ്ട് വെച്ചതിന് ശേഷം, നമുക്ക് ഫ്രൂട്ട് ഉണ്ടായതിന് ശേഷമേ പറയാൻ പറ്റൂ. കാരണം പലരും പല രീതിയിലാണ് പറയുന്നത്. നമ്മുടെ ലൂബിക്ക, ലൗലിക്ക, ഡബ്ലോളി എന്നൊക്കെ പറയത്തില്ലേ, ഇതിൽ ഇഷ്ടം പോലെ കായുണ്ട്. ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ നമുക്ക് എപ്പോഴും ഫ്രൂട്ട് കിട്ടും ഇതേന്ന്. ഇതൊക്കെ കുട്ടിക്കാലത്ത് 1 രൂപയ്ക്ക് 10 ലൗലിക്ക കിട്ടുമായിരുന്നു ഉപ്പിലിട്ടത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ സമയത്തെ. ഈ ഓൾമോസ്റ്റ് പ്ലാന്റ് എല്ലാം നമ്മുടെ ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലുണ്ടാവും. ഇതൊക്കെ ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഈ സീസൺ സമയത്തൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട് പറിച്ച് കഴിക്കാം. ഇനി ഇത് നമ്മുടെ ഓറഞ്ചാണ്, മാൻഡ്രിനാണ്. മാൻഡ്രിൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഓറഞ്ചാണ്. ഇത് നല്ല മധുരമാണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വെച്ചിട്ടൊരു 8 മാസത്തോളം ആയിട്ടുണ്ട്. നല്ല വളർച്ചയുണ്ട്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ വഴിയായിരുന്നു. മിറാക്കിൾ ഫാമിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഏകദേശം 6 മാസത്തോളമായി നമ്മളിത് വെച്ചിട്ട്. ഇത് നമ്മൾ ജൈവവളമാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന ജൈവവളമാണ് ചാണാന, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. അതിനോട് അടുത്ത് തന്നെ നമ്മുടെ ഒരു നാരക നിപ്പുണ്ട്. ഇത് എന്താണെന്നോ ഏതിനത്തിപ്പെടുന്നതെന്നോ ഒന്നും അറിയില്ല. കരിനാരകമാണെന്നോ ചെറുനാരങ്ങയാണെന്നോ ഒന്നും അറിയത്തില്ല. ഇതുപോലെ ഒരു തൈ കിളിച്ച് വന്നു, അതങ്ങ് വലുതായി. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏത് ഇനമാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അത് കറിനാരകമാണെന്നാണ്. ഇത് നമ്മുടെ മറ്റൊരു ഓറഞ്ചാണ്. ഇത് കായുള്ളപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. ആ കായെല്ലാം കൊഴിഞ്ഞു പോയി. അതിനുശേഷം ഒരു തവണ പൂത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ പൂത്തിട്ടില്ല. ഇതിന് നമ്മൾ ജൈവവളമെല്ലാം ഇട്ട് നിർത്തിയേക്കുവാണ്. ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതിലെപ്പോഴും കായ ഉണ്ടാകുമെന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷേ ഒരു തവണയൊന്ന് പൂത്തിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇതിലൊരു 5-6 കായ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കായൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു ആപ്പിൾ ചെറിയുടെ തൈയാണ്. നമുക്ക് 3 ആപ്പിൾ ചെറി ഉണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മൾ 3 നട്ടിട്ടുണ്ട്. ഇതൊരു മൾബറിയാണ്. ഈ നമ്മുടെ വീട്ടിലെ മൾബറി എല്ലാം പൂക്കുന്നതുമാണ്. നമുക്ക് ഇഷ്ടം പോലെ കായും കിട്ടുന്നതാണ്. പിന്നെ ഇതിനോട് ചേർന്ന് നമ്മൾ വീണ്ടും ഒരു ആപ്പിൾ ചെറി കാണിച്ചു തരാം. ടോട്ടൽ 3 ആപ്പിൾ ചെറി ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഇത് 3ഉം പൂക്കാറുണ്ട് കേട്ടോ. ഇത് ചെറുപ്പത്തിലേ പൂക്കാറുണ്ട്. ആപ്പിൾ ചെറി എന്നും പറയും, തക്കാളി ചെറി എന്നും പറയും. പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് വേറൊരു മൾബറി കൂടെയാണ്. നമ്മുടെ ഒരു നാടൻ മാവാണ്, കിളിച്ചുണ്ടൻ മാവാണ്. ഒരു ചെറിയ തൈയാണ്. അത് നമ്മൾ കുരുവിട്ട് കിളിപ്പിച്ചതാണ്. അത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു വലിയ മരമായിട്ടുണ്ട്. ഇഷ്ടംപോലെ കായ ഉണ്ടാകാറുണ്ട്. ഫ്രൂട്ടെന്ന് പറയുമ്പം പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത്, എന്നാൽ ചെറിയൊരു മധുരമുണ്ട്.
ഇതിൻ്റെ മധുരമുള്ള ഇനത്തിൽപ്പെട്ടത് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഈ ഷോപ്പുകളിലൊക്കെ ഈ പ്ലാന്റിൻ്റെ ഷോപ്പുകളൊക്കെ കിട്ടാറുണ്ട്. ഇത് നമ്മുടെ നാടനാണ്. ചീമപ്പുളിയാണ്, എരുമ്പപ്പുളി എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് കായുണ്ട്. ഇത് നമ്മുടെ മീൻകറിക്കകത്ത് ഇടാനും അച്ചാറിടാനും ഒക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അച്ചാറാണ് ഇതിൻ്റെ അച്ചാർ. അത്യാവശ്യം കുറച്ച് കായുണ്ട്. ഇപ്പം അധികമായിട്ടുള്ള കായൊന്നുമില്ല, പൂത്ത് വരുന്നതേ ഉള്ളൂ. എന്നാലും ഒരു 8-10 കായോളം ഇപ്പം നിൽപ്പുണ്ട്. നമ്മുടെ വേറൊരു വെറൈറ്റി മാവാണ് ബനാന മാംഗോ. ഇത് നമ്മൾ വെച്ചിട്ട് ഒരു 2 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അത്യാവശ്യം ഗ്രോത്ത് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മണ്ടയെല്ലാം വെട്ടിക്കൊടുത്തിരിക്കുകയാണ്, എല്ലാം തന്നെ പൊട്ടിക്കിളിക്കുന്നുണ്ട് ഇപ്പോൾ. ഇതൊരു പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ മണ്ട വെട്ടിക്കൊടുത്തില്ലെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഈ മഴ സീസണിലൊക്കെ ഇതിൻ്റെയൊക്കെ മണ്ട വെട്ടിക്കൊടുത്ത് അത് പൊട്ടിക്കിളിച്ചോളും. അപ്പോൾ അധികം പൊക്കവും വെക്കത്തില്ല പ്ലാന്റിനൊന്നും. ഈ ബനാന മാംഗോയും വെച്ചിട്ട് ഒരു 2 വർഷത്തിന് മുകളിലാവുന്നുണ്ട്. ഇതുവരെ പൂത്തിട്ടില്ല. അടുത്ത വർഷം പൂക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അടുത്തത് നമ്മുടെ ഒരു മാവ് തന്നെയാണ്. ഇത് പൂത്തിട്ട് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മാങ്ങയും കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങയാണ്, അധികം വലിപ്പം വെക്കത്തില്ല ഈ മാവിന്. ഇതിൻ്റെ ഒരു പ്രത്യേക മണമാണ് ഈ മാങ്ങയുടെ മണവേ, ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു മണമാണ്. ഈ കർപ്പൂര മാങ്ങയുടെ ഇനത്തിൽപ്പെട്ടതാകണം, എന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ വീടിൻ്റെ അതുവഴി കൊണ്ടുപോയ ഒരാടയിൽ നിന്ന് വാങ്ങിച്ച് വഹിച്ചതാണ്. പക്ഷേ എല്ലാ വർഷവും കായ്ക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി മാങ്ങയും കിട്ടാറുണ്ട്. നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ മാങ്ങയ്ക്ക്. വാങ്ങിച്ച് വെച്ചിട്ട് നമ്മളിതൊരു 3-4 വർഷമായിട്ടുണ്ട്. നമുക്ക് എല്ലാ വർഷവും ഇത് പൂത്ത് ഇതിൽ നിന്ന് മാങ്ങ കിട്ടാറുമുണ്ട്. നമ്മുടെ ഫ്രാക്ഷൻ ഫ്രൂട്ടാണ്. ഇത് യെല്ലോയാണ്. നമുക്ക് യെല്ലോയും ഉണ്ട്, റെഡും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സാണ് കേട്ടോ. വെച്ചപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിൽ നിന്ന് യെല്ലോയും ഉണ്ട്, നമുക്ക് റെഡും ഉണ്ട്. ഇതേപോലെ ഒത്തിരി ഫ്രാക്ഷൻ ഫ്രൂട്ടും ഉണ്ട്. പക്ഷേ ഒന്നും നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല, കാരണം കിളി പച്ചയാകുമ്പോഴേ കിളി കൊത്തി തിന്നുവാണ്. ഒരു ഫ്രൂട്ട് പോലും നമുക്ക് കിട്ടാറില്ല. വല്ലപ്പോഴും അങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ കിട്ടി. കാരണം ഈ ഫ്രാക്ഷൻ ഫ്രൂട്ട് ഉള്ള സമയത്ത് മൊത്തം ഇവിടെ തത്തയായിരിക്കും. പച്ചത്തത്തയില്ലേ, ഇഷ്ടം പോലെ തത്തയുണ്ട്. അതെല്ലാം വന്ന് പച്ചയോടെ കുത്തി താഴെ ഇടുവാണ്. അതുകൊണ്ട് ഇടയ്ക്കെങ്ങാനും ഒരെണ്ണം കിട്ടിയാൽ കിട്ടി. പക്ഷേ ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ടാകും കേട്ടോ, ആവശ്യത്തിന് ഫ്രൂട്ടുണ്ട്. പക്ഷേ ഒന്നും കിട്ടാറില്ലെന്നേ ഉള്ളൂ. ഇത് തന്നെ നിങ്ങൾ നോക്കി, എന്തോരം എണ്ണം ആ കൊത്തിയിട്ടേക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ സൺഡ്രോപ്പാണ്. ഇത് പൂത്തിട്ട് കൊണ്ട് ഇഷ്ടംപോലെ കായും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ അടിയിലൊരു ഫ്രൂട്ട് കിടപ്പുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതേണ്ടേ, നല്ല പഴുത്ത് താഴെ വീണാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഫ്രൂട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പുളിയാണ്, ഭയങ്കര പുളിയാണ്. ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 പേർക്കുള്ള ജ്യൂസ് ഉണ്ടാക്കാം. നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്, സൂപ്പർ ഫ്രൂട്ടാണ്. പച്ചയ്ക്ക് കഴിക്കുമ്പം ഒരല്പം പുളി കൂടുതലാണെന്നേ ഉള്ളൂ. പച്ചയ്ക്ക് വേണമെങ്കിൽ പച്ചയ്ക്കും കഴിക്കാം, പക്ഷേ ജ്യൂസ് അടിക്കുന്നതാണ് ഏറ്റവും സൂപ്പർ. വീട്ടിൽ ഏത് ഫ്രൂട്ട് നട്ടെന്ന് പറഞ്ഞാലും അത് പുളി ഉണ്ടാകും. പക്ഷേ അതിനനുസരിച്ച് പുളിയുള്ള ഫ്രൂട്ടിനാണ് ഗുണം കൂടുതൽ. അത് വെട്ടിക്കളയേണ്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ ജ്യൂസ് അടിക്കുവാണെങ്കിലുണ്ടല്ലോ ഏറ്റവും നല്ലതാണ്, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതൊക്കെ അടിച്ച് കുടിക്കുന്നത്. ഇതിൽ ഇഷ്ടം പോലെ കായും ഉണ്ടാകും. ഇത് പെട്ടെന്നാണ് ഈ ഫ്രൂട്ട് വളരുന്നത് കേട്ടോ. നമുക്ക് ഒരാഴ്ച കൊണ്ട് ഈ ഫ്രൂട്ട് വലുതായിട്ട് പഴുത്ത് നമുക്ക് പറിച്ചെടുക്കാം. യൂട്യൂബേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ പുളിയുള്ള ഫ്രൂട്ട് വീട്ടിൽ വളർത്താൻ കൊള്ളത്തില്ല, കട്ട് ചെയ്ത് കളയുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ഈ ഫ്രൂട്ടൊക്കെ എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല സാധനമാണ്. ഈ ഫ്രൂട്ട് മേടിച്ച് വെക്കാൻ ഒരു കഥയുണ്ട്. ഇത് നമ്മളൊരു യൂട്യൂബിൻ്റെ അകത്ത് മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ വീട്ടിലെ സൺഡ്രോപ്പ് പൂത്തെന്നും പറഞ്ഞ്. അങ്ങനെ അത് കണ്ടപ്പോഴാണ് നമ്മൾ ഈ ഫ്രൂട്ട് വാങ്ങിച്ചു വെച്ചത്, ഇതിൻ്റെ തൈ. ഇപ്പോൾ ഏകദേശം 3 വർഷമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കായും ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രൂട്ടും കിട്ടാറുണ്ട്. ഫ്രൂട്ട് നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഈ ഇലയുടെ പച്ച കൊണ്ടേ പഴുത്തയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ക്ലിയർ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒത്തിരി ഫ്രൂട്ട് ഉണ്ടാവും. അതും
നല്ല വലിയ ഫ്രൂട്ടൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ വലിയൊരു ഫ്രൂട്ട് കാണിച്ചു തരാം പിടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നോക്കി നമുക്ക് അറിയാൻ പറ്റത്തില്ല. കേട്ടോ, ഇതൊരു വലിയ ഫ്രൂട്ടാണ്. ഇതൊരു 2 ദിവസം കൊണ്ട് കഴിയുമ്പം ഇത് വലുതായി പഴുത്ത് നല്ല മഞ്ഞ കളറാവും. നല്ല ഓറഞ്ച് കളർ, മഞ്ഞ കളറല്ല, നല്ല ഓറഞ്ച് കളറാവും. വലിയ മരമാകുന്നതല്ല, നമുക്ക് കുറച്ച് സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. അടുത്ത നമ്മുടെ ഫ്രൂട്ട് ബേറാപ്പിളാണ്, ഗ്രീൻ ബേറാപ്പിൾ. ഇതും 2-3 വർഷമായിട്ട് പൂക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് കായൊന്നും കിട്ടിയിട്ടില്ല. ഈ തവണ എന്തായാലും ഒരു 2-3 നമ്മൾ ചെറിയ കാണുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല ഫ്രൂട്ടാണ്. അത്യാവശ്യം നല്ല മധുരവും ഒരു ചെറിയ പുളിയും ഒരു കവർപ്പും ഒക്കെ ഉണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ തന്നെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ബേറാപ്പിൾ. ഇതും അധികം വലിയ മരമൊന്നും ആകുന്നതല്ല, ചെറിയൊരു കുറ്റിച്ചെടി കൂട്ടും ആ ഒരു, എന്ന് വെച്ചാൽ ഒത്തിരി കുറ്റിച്ചെടിയുമല്ല, എന്നാൽ ഒരു ചെറിയൊരു മരം ആ ഒരു രീതിയിലാകുന്നതാണ്. ഇഷ്ടം പോലെ കായ ഉണ്ടാകും. ഇത് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 2 വർഷം ആകാൻ പോകുന്നുണ്ട്. എല്ലാ തവണയും പൂക്കുന്നുണ്ട്. പക്ഷേ കായ എന്തായാലും ഈ തവണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതിൻ്റെ ചെറിയൊരു കായ കണ്ടോ, നിങ്ങൾക്ക് കാണാം, ചെറുതായിട്ട് കാണാം, ചെറിയൊരു കായ ഉണ്ടായിട്ടുണ്ട്. 2-3 കായ ഉണ്ടായിട്ടുണ്ട്. ഈ തവണ എന്തായാലും നമുക്ക് കായ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു കുഞ്ഞ് തൈ കൊണ്ട് വെച്ചതാണ്. ഏകദേശം 2 വർഷം കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു ചെടിയായിട്ട് വളർന്നിട്ടുണ്ട്. നല്ല വളർച്ചയുണ്ട്. ഇതിലാകെയുള്ള ഒരു ശല്യം എന്ന് പറയുന്നത് ഈ ഉറുമ്പിൻ്റെ ശല്യമാണ്. ഉറുമ്പും ചെറിയ പ്രാണികളും. അപ്പോൾ അതിന് നമ്മൾ സാഫ് മേടിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഒന്ന് കലക്കി അടിക്കുമ്പം നമ്മുടെ ആ ഉറുമ്പിൻ്റെ ശല്യവും ഈ പ്രാണിയുടെ ശല്യമൊക്കെ പോകും. ഇടയ്ക്ക് നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മറ്റൊരു മൾബറിയാണ്. ഇതും നമുക്ക് പൂക്കാറുണ്ട്. ഇഷ്ടംപോലെ കായും ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. നമുക്ക് മൾബറി ഒരു 5-8 പ്ലാന്റോളം നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ പനീർ ചാമ്പയാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മണ്ട നമ്മൾ കട്ട് ചെയ്ത് വിട്ടേക്കുവാണ്. ഇപ്പോൾ അവിടെ നമുക്ക് പൊട്ടിക്കിളിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 2 വർഷത്തിന് മുകളിലായിട്ടുണ്ട് വെച്ചിട്ട്. ഇതുവരെ പൂത്തിട്ടില്ല. ഇത് നല്ല പന്തലിച്ച് നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ചാമ്പയ്ക്ക എന്ന് പറയുന്നത് വലിയ ചാമ്പയ്ക്കയായിരിക്കും. പനീർ ചാമ്പ അത്യാവശ്യം നല്ല മധുരമായിരിക്കും. വലിയ ചാമ്പയാണ്. റെഡ് കളറുമാണ്, നല്ല റെഡ് കളറുമാണ്. ഫ്രൂട്ട് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ടാകും. താഴെയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞിടക്കുമ്പോൾ നമ്മുടെ മെത്ത വിരിച്ച് കിടക്കുന്ന കൂട്ടായിരിക്കും. ഈ പ്ലാന്റ് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 2 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റാണ്. പെട്ടെന്ന് വളരും. ഇത് നല്ല പൊക്കം വെക്കും കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മൾ എപ്പോഴും മണ്ട വെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു മിറാക്കിളിൻ്റെ ചെറിയ തൈയാണ്. ഇത് നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ്. ഇതിൻ്റെ സീഡിട്ടാൽ നമുക്ക് ഒത്തിരി പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ. പക്ഷേ ഇതൊന്ന് പിടിച്ച് കിട്ടാൻ ഒരു ഇച്ചിരി പാടാണ്. പക്ഷേ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വളരും. നമ്മുടെ ലോഗൻ ഫ്രൂട്ടാണ്. നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ട്. ഇത് ഒരു തവണ പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ മണ്ട വെട്ടി കൊടുത്തായിരുന്നു ആ സമയത്തേ. ആ ഫ്ലേവറെല്ലാം നമ്മൾ കളഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഇതിനിയും എനിക്ക് തോന്നുന്നു ഈ വർഷം വീണ്ടും കായ്ച്ചു കഴിഞ്ഞാൽ നിറയെ ഫ്രൂട്ട് ഉണ്ടാവും. ഇത് ഓൾ സീസൺ ലോഗൺ എന്ന് പറഞ്ഞാണ് നമുക്ക് തന്നത്. ഇനി അത് പൂത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഏത് സീസണിൽ പൂക്കുവോ അതോ വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ലച്ചിയുടെ ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. ഇതിന് മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും ചെറിയൊരു പുളിയുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൂട്ട്. ഇത് മറ്റൊരു മിറാക്കിളിൻ്റെ തൈയാണ്. പിന്നെ അതിനപ്പുറത്തായിട്ട് നമ്മൾ ബറാബ് വെച്ചിട്ടുണ്ട്. ബറാബ നമ്മളൊരു 6 മാസത്തിന് മുമ്പ് വെച്ചതാണ്. ഒരു കുഞ്ഞ് തൈയായിരുന്നു. 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു തൈയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 അടിയോളം പൊക്കം വെച്ചിട്ടുണ്ട്. ഇതും ഒരു പുളിയും മധുരം നിറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലായിരുന്നു നമുക്ക് റെഡും വൈറ്റും യെല്ലോ ഉണ്ടെന്ന്. ഇത് യെല്ലോ ആണ്. അടുത്തായിട്ട് നമ്മുടെ ആപ്പിൾ ചാമ്പയാണ്. ഇതിൻ്റെ ചാമ്പയ്ക്ക എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിളിൻ്റെ ഒരു സൈസിലൊക്കെ വരും. അതുകൊണ്ട് തന്നെ ആപ്പിൾ ചാമ്പ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, വലിയ ചാമ്പയ്ക്ക ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് ഒത്തിരി ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മണ്ട വെച്ച് കട്ട് ചെയ്ത് വിട്ടത്. അപ്പോൾ ഒന്ന് പടർന്ന് പന്തലിച്ച് കിളിക്കുമല്ലോ. ഇത് നമ്മുടെ മറ്റൊരു മിറാക്കിളിൻ്റെ തൈയാണ്. നമുക്കൊരു 5-6ഓളം മിറാക്കിളിൻ്റെ തൈ തന്നെ ഉണ്ട്. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അവോക്കാഡോ ആണ്. ഇത് നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ്. നമ്മൾ കഴിക്കാൻ മേടിച്ചപ്പം അതിൻ്റെ സീഡിട്ട് നമ്മൾ കിളിപ്പിച്ചെടുത്തതാണ്. ഇത് ഏകദേശം 2 വർഷത്തോളം ആയി നമ്മൾ വെച്ചിട്ട്. ഇതൊന്ന് പൂത്ത് വരണമെങ്കിൽ ചിലപ്പോൾ 6 വർഷമൊക്കെ എടുക്കുന്നു പറയുന്നു, എനിക്കറിയില്ല. എന്തായാലും ഇത് കൂടാതെ നമ്മൾ ബഡ് ചെയ്ത ഒരു അവോക്കാഡോയുടെ തൈയൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്.
എന്തായാലും ഒരു 2 വർഷമായി, ഇനി ഒരു 3-4 വർഷം കൂടെ കഴിയുമ്പം ഇത് പൂക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അവോക്കാഡോ പ്ലാന്റ് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വെയിലും വെള്ളവും കിടുന്നിടത്ത് വേണം വെക്കാൻ. ഇനി അടുത്തായിട്ട് നമ്മുടെ മാംഗോസ്റ്റീനാണ്. നമ്മളിത് വെച്ചിട്ട് ഒരു 2 വർഷമാകുന്നേ ഉള്ളൂ. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ, വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. ഇതൊരു 6 to 7 ഇയേഴ്സെങ്കിലും എടുക്കും ഇതൊന്ന് പൂക്കാനും കായ ഉണ്ടാകാനും ഒക്കെ ആയിട്ട്. നമ്മൾ ഈ മാംഗോസ്റ്റീൻ പോലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ മേടിച്ച് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും നല്ലൊരു നേഴ്സറി പോയേ വാങ്ങാവുള്ളൂ. ഞാനിതുപോലെ നമ്മുടെ വീടിൻ്റെ അതുവഴി വണ്ടിയെ കൊണ്ടുവരുന്ന ഒരാളുടെ നിന്ന് മേടിച്ച് വെച്ച് ഒരു മാംഗോസ്റ്റീനും ഒരു റംബൂട്ടാനും ഉണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടും നമുക്ക് പ്രയോജനമില്ലാതായിപ്പോയി. ആ മാംഗോസ്റ്റീൻ പൂത്തപ്പോൾ അത് സീഷോർ മാംഗോസ്റ്റീൻ ആയിരുന്നു, വൈൽഡ് മാംഗോസ്റ്റീൻ ആയിരുന്നു, അതിന് പുളിയായിരുന്നു. പിന്നെ നമ്മളത് വെട്ടിക്കളഞ്ഞ് ചെയ്ത്. കൂടാതെ റംബൂട്ടാനാണെങ്കിൽ എല്ലാ വർഷവും പൂക്കുന്നുണ്ട്, പക്ഷേ കായ ഉണ്ടാകുന്നില്ല. 7 വർഷമായ മാംഗോസ്റ്റീൻ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി ഈ വർഷം റംബൂട്ടാനോടൊന്ന് നോക്കണം, ഈ വർഷം കൂടെ ഉണ്ടായില്ലെങ്കിൽ അതും നമുക്ക് വെട്ടിക്കളയേണ്ടി വരും. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അബിയു ആണ്. നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഏകദേശം 2-3 വർഷത്തിനടുത്താകുന്നുണ്ട്. നമ്മുടെ ഈ പ്ലാന്റ് പൂത്തിട്ടുണ്ട്. ഇത് 2 ചെറിയ കായുമുണ്ട്. നല്ല ടേസ്റ്റുള്ള പഴമാണ് കേട്ടോ അബിയു. ഒരു ചെറിയ തൈയായിട്ട് വാങ്ങിച്ച് വെച്ചതാണ്, അന്ന് ഏകദേശം 500 രൂപയായിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഒരാൾ പൊക്കത്തിന് മേളിൽ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. നല്ല ഗ്രോത്തിലാണ് ഇത് വളരുന്നത്. ആഴ്ച ഒരു അബിയു നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ 1000 രൂപ 1500 രൂപയേ ഉള്ളൂ. നമുക്ക് ഈ ഫ്രൂട്ട് കഴിക്കുന്നതിനേക്കാൾ നമുക്ക് സന്തോഷം ഈ പ്ലാന്റൊക്കെ ഒന്ന് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക സന്തോഷവും ഒരു സമാധാനവും ഒക്കെയാണ്. നമ്മുടെ അബിയും പൂത്തിട്ടുണ്ട്, 2 കായുണ്ട് നമുക്കിതിൽ. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സീഡ് ലൂബിയാണ്. ഇത് നമുക്ക് എപ്പോഴും ഫ്ലവറും ഉണ്ട് കായും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സീഡ് ലൂബിയുടെ കായ ഒന്ന് പഴുത്ത് വരാൻ നമുക്ക് ഇച്ചിരി ടൈം എടുക്കും. കായ ഉണ്ടായി ഒരു 2 ആഴ്ച 3 ആഴ്ച ചിലപ്പോൾ മാസങ്ങളോളം നിൽക്കും ഒന്ന് പഴുത്ത് കിട്ടാനായിട്ട്. പക്ഷെ പഴുത്ത് കിട്ടിയാൽ നല്ല കറുത്ത മുന്തിരിങ്ങയുടെ കളർ വരും. അതുകൂടാതെ നല്ല മധുരവും ഒരു ലൈറ്റ് പുളിയും ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് സീഡ് ലൂബി. ഇത് നല്ലപോലെ പഴുത്തതിന് ശേഷം കഴിക്കാവൂ, അന്നേരം നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പച്ചയായിട്ട് തിന്നാൽ നമുക്കൊരു കവർപ്പാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നല്ലപോലെ പഴുത്ത് ഒരു കറുത്ത കളർ വരുമ്പോഴാണ് ഇത് പറിച്ച് കഴിക്കേണ്ടത്. മധുരമാണ് കേട്ടോ ഇത് മുന്നിട്ട് നിൽക്കുന്നത്, ലൈറ്റായിട്ടുള്ളൊരു പുളിയേ ഉള്ളൂ. മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇത് 365 ദിവസവും ഫ്ലവറും കാണും കായും കാണും. സീഡ് ലൂബി തന്നെ 2 ടൈപ്പിലുള്ളതുണ്ട്, മുള്ളുള്ളതുമുണ്ട് മുള്ളില്ലാത്തതുമുണ്ട്. ഇതിൻ്റെ തണ്ടയിൽ നമുക്കിത് മുള്ളില്ലാത്ത ടൈപ്പാണ് കേട്ടോ. 300 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച് വെച്ച ലൂബിയാണ്. അടുത്ത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് കേട്ടോ. ഇത് നമ്മൾ ഏകദേശം ഒരു 2 വർഷത്തിന് മുകളിലായി വെച്ചിട്ട് ഒരു കുഞ്ഞ് തൈയായിട്ട് കൊണ്ടുവന്നതാണ്. ഇത്രയും വലിപ്പമായിട്ടുണ്ട്. ഇതിൻ്റെ എത്ര വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്നൊന്നും നമുക്ക് നല്ല അറിവില്ല. ഇത് നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന പ്ലം ആണ്, റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇനി 1-2 വർഷത്തിനുള്ളിൽ കായ്ക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിന് അധികം വെയിൽ വേണ്ട, അപ്പം നമ്മൾ മാക്സിമം അധികം വെയിലില്ലാത്ത ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഗ്രീൻ ചാമ്പയുടെ ഒരു ചെറിയ തൈയാണ് ഇത്, നമ്മൾ സീഡ് ഇട്ട് കിളിപ്പിച്ചതാണ്. ഇത് നമ്മുടെ ചെറിയൊരു ചിക്കുവാണ്, സർപ്പോട്ടയല്ലേ. ഇതും പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിനും പൂവുണ്ട് കേട്ടോ. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു 6 മാസത്തിന് മുകളിലായിട്ടുണ്ട്. ഇത് നമ്മുടെ ബഡ് ചെയ്ത ചിക്കുവാണ്, അതുകൊണ്ട് ഇത്ര ചെറുപ്പത്തിലേ ഇത് കായ ഉണ്ടായത്. ഇത് കൂടാതെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഒരു നെല്ലിയുടെ തൈയോടെ കിട്ടിയായിരുന്നു. സർപ്പോട്ട ഈ ഫ്രൂട്ടൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. കാരണം നമുക്കിത് ഏത് സീസണിൽ നമുക്കിത് കാ കിട്ടും. ഇനി അടുത്ത് നമ്മുടെ ബഡ് ചെയ്ത അവോക്കാഡോയാണ്. ഇത് ഏകദേശം ഒരു 2 വർഷമാകുന്നുണ്ട്. ഇത് 3 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്നാണ് പറഞ്ഞത്. ഒരു 2 വർഷമായിട്ടുണ്ട്. അടുത്ത നമ്മുടെ പ്ലാന്റ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവാണ്. ഇത് ഇപ്പോൾ 2ാം തവണയാണ് ഇതിൽ ചക്ക ഉണ്ടാകുന്നത്. ആദ്യത്തെ തവണ എല്ലാം കൊഴിഞ്ഞു പോയി, കുഞ്ഞു ചക്കയായിരുന്നു. ഈ തവണ ഒരു 5-6 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഈ തവണ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.
ഇത് അത്രയ്ക്ക് ചെറിയ പ്ലാന്റാണ് കേട്ടോ. ആ ചെറിയ പ്ലാന്റിലെ ഇത് ചക്ക ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാവാണ്. നമുക്ക് എല്ലാ സീസണിലും വർഷത്തിൽ മുഴുവൻ നമുക്ക് ചക്ക കിട്ടും. ചക്ക വീണ് കിടക്കുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ വെയിറ്റ് കൊണ്ട് മറിയാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഈ വർഷമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ചക്ക കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൽ തന്നെ പല പല വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഒരു 3 വെറൈറ്റി ഉണ്ട്. ഇത് കൂടാതെ ഒരു സിദ്ധു, പിന്നെ ഒരു ചെമ്പരത്തി വരിക്ക, അങ്ങനെ ടോട്ടൽ 3 വെറൈറ്റി പ്ലാവാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ പ്ലാന്റ് ബറാബയുടെ ഒരു കുഞ്ഞ് തൈയാണ്. ഇത് നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ്. ഒരു കുഞ്ഞ് തൈയാണ്. ഏകദേശം ഒരു 2-3 മാസമായതേ ഉള്ളൂ നമ്മളിത് വെച്ചിട്ട്. ഇത് നമ്മൾ തന്നെ കഴിച്ചതിൻ്റെ സീഡ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ അടുത്ത ഫ്രൂട്ടാണ് പുലാസൻ. റംബൂട്ടാൻ്റെ ഇനത്തിൽപ്പെട്ട മറ്റൊരു ഫ്രൂട്ടാണ്. റംബൂട്ടാനേക്കാളും ടേസ്റ്റ് ഉള്ളതും മധുരമുള്ളതും പുലാസന് തന്നെയാണ്. പക്ഷേ ഏകദേശം കാണാൻ അതുപോലൊക്കെ തന്നെ ഇരിക്കുമെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ പുലാസനാണ്. ഇനി അടുത്ത നമ്മുടെ ഒരു ചെറിയ റംബൂട്ടാൻ്റെ തൈയാണ്. ഇത് നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ മൂട്ടിപ്പഴമാണ്. ഈ മൂട്ടിപ്പഴത്തിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഒരു 6-7 വർഷമായി നമ്മൾ വെച്ചിട്ട്. പക്ഷേ ഇതിനൊരു വളർച്ചയില്ല, ഒരു ഗ്രോത്തും ഇല്ല. ഈ മൂട്ടി എന്ന് പറയുന്ന ഒരു മരമാകുന്നതാണ്. പക്ഷേ നമ്മുടെ 7 വർഷമായിട്ടും ഒരു പുരോഗമനവും ഇല്ല. ഇനി അടുത്ത നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്. ഇത് ഏകദേശം ഒരു 6 മാസത്തോളമായി നമ്മൾ വെച്ചിട്ട്. ഒരു കുഞ്ഞ് തൈയായിരുന്നു. ഇത് നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഒരു നാടൻ പേരയാണ്. ഇത് തന്നെ ഇവിടെ കിളിച്ച് വന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ കോക്കോ പ്ലാന്റ് ആണ്. ഇതിൽ നമുക്ക് കായ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കായ്പം തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇതൊരു കൊച്ചു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൽ നമുക്ക് കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഇത് പൂക്കുന്നത്. ഇത് നമ്മുടെ ഒരു നാടൻ പേര തന്നെയാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ മണ്ടയെല്ലാം വെട്ടിക്കൊടുത്തതാണ്. പക്ഷേ ഇതുവരെ ഇത് പൂത്തിട്ടില്ല. ഇനി അടുത്ത വരുന്നത് നമ്മുടെ നെല്ലിപ്പുളിയാണ്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. ഏകദേശം ഒരു 2 വർഷത്തോളം ആകുന്നുണ്ട്. ഇതുവരെ കായ്ച്ചിട്ടില്ല. നമ്മളിത് വാങ്ങി വെച്ചണക്കെ തൊട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൻ്റെ ഇല കൊഴിയുന്നുണ്ട്. എന്തോ കീടനാശിനിയുടെ ആക്രമണമാണോ എന്നറിയത്തില്ല. ഇടയ്ക്ക് ഇതിന് സാഫ് അടിക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്കതിന് ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയത്തില്ല. അടുത്തായിട്ട് നമ്മുടെ മധുരമുള്ള വാളംപുളിയില്ലേ, അതിൻ്റെ തൈയാണ്. ഈ തായ്ലാൻഡ് വെറൈറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ഈ കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ മധുരമുള്ള വാളംപുളി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ച് അതിൻ്റെ സീഡിട്ട് കിളിപ്പിച്ചതാണ്. ഇനിയും വലുതായി പുളി ഉണ്ടാകുമ്പോൾ അറിയാം മധുരമാണോ പുളിയാണോ എന്ന്. എന്തായാലും ഒരു പരീക്ഷണാർത്ഥം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ പനീർ ചാമ്പയുടെ ഒരു ചെറിയ തൈയാണേ. ഇത് നമ്മുടെ യെല്ലോ റംബൂട്ടാൻ്റെ തൈയാണേ. അടുത്ത നമ്മുടെ യെല്ലോ റംബൂട്ടാനാണ്. ഇത് നല്ല മധുരമുള്ള റംബൂട്ടാനാണ്. ഇത് നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഇതിൻ്റെ മണ്ട വെട്ടിക്കൊടുത്തേക്കുവാണ്. ഇനി അടുത്ത നമ്മുടെ സീതപ്പഴം അഥവാ ആത്തക്ക എന്നൊക്കെ പറയത്തില്ലേ, സീതപ്പഴം, അതാണ്. ഇതിൽ നമുക്ക് ഒത്തിരി കായ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കായ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം. അടുത്ത നമ്മുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് റൊളീനിയമാണ്. ഈ ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആത്തയുടെയൊക്കെ ഇനത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ ആത്ത സീതപ്പഴമൊക്കെ അല്ലേ, അതുകൂട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഇരിക്കുന്നത്. നല്ല മധുരവും ആത്തയുടെ അതേ ഒരു ടേസ്റ്റും ഒക്കെയാണ്. പക്ഷെ നല്ല ഫ്രൂട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ നാടനല്ല, വേറെ ഏതോ വിദേശത്തുള്ള ഫ്രൂട്ടാണ്. പക്ഷേ എന്തായാലും നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്. നമുക്കിതുവരെ കായ്ച്ചിട്ടില്ല.
ഇത് കായ്ക്കാൻ ഏകദേശം ഒരു 4-5 വർഷം എടുക്കും. ഏതായാലും ഈ വർഷമോ അടുത്ത വർഷമോ ആകും. ഇനി അടുത്ത ഒരു പ്ലാവാണ്. ഇത് ചെമ്പരത്തി വരിക്കയാണ്. ഇതും നമ്മളൊരു 3 വർഷമായി വെച്ചിട്ട് ഇതുവരെ ഇതേപോലെ ചക്കയൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചൊരു പ്ലാന്റാണ്. ഒരു 3 വർഷത്തോളമായി നമ്മളിത് വെച്ചിട്ട്. ഈ മറ്റുള്ള പ്ലാവുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഇലയില്ലേ, പ്ലാവില, അത് ചെറുതാണ്. ഇനി ഇത് ചക്ക ഉണ്ടായി കഴിയുമ്പോൾ അറിയാം ഇത് ചെമ്പരത്തി വരിക്കയാണോ അതോ സാധാ പ്ലാവാണോ എന്താണെന്ന് ഒരറിവില്ല. ചെമ്പരത്തി വരിക്കയാണെന്നും പറഞ്ഞ് നമുക്ക് തന്നു, നമ്മൾ വെച്ചതാണ്. ഇതും യെല്ലോ റംബുട്ടാൻ തന്നെയാണ്. നമുക്ക് 2 യെല്ലോ റംബുട്ടാൻ്റെ പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ നമ്മൾ മണ്ട വെട്ടി കൊടുത്തിട്ടുണ്ട്. മണ്ട അവിടുന്ന് കിളിക്കുന്നുണ്ട് കണ്ടോ. നമ്മൾ ഈ മണ്ട വെട്ടുന്നതെല്ലാം ഞാൻ മഴ സമയത്താണ്. അതാകുമ്പോൾ നല്ലതായിട്ടത് പൊട്ടിക്കിളിക്കും. മണ്ടല്ലാത്തതുകൊണ്ട് ഇതിന് നല്ല വലിപ്പം വെക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ മണ്ട വെട്ടി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, ഇല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ പോവും. ഇത് നമ്മുടെ ദുരിയാൻ ഫ്രൂട്ടാണ്. ദുരിയാനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഭയങ്കര സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണെന്നൊക്കെ. സ്മെൽ ലൈക്ക് ഹെൽ, ടേസ്റ്റ് ലൈക്ക് ഹെവൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. നമ്മൾ ചെറിയൊരു തൈ വെച്ചതാണ്. പക്ഷേ ഒരു 5 വർഷമായിട്ടും അതിൻ്റേതായ വളർച്ച ഇതിൽ കാണുന്നില്ല. കറക്റ്റായിട്ട് നമ്മൾ എല്ലാ 6 മാസം കൂടുമ്പോഴും നമ്മളിതിന് വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഒരു വളർച്ചയില്ല. അടുത്ത് നമ്മുടെ കറച്ചെറിയാണ്. നമ്മൾ ഈ മധുരമുള്ള ചെറിയൊക്കെ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കത്തില്ലേ, ആ ചെറിയാണിത്. നമുക്ക് പൂത്തിട്ടുണ്ട്. നമുക്ക് അധികം കായൊന്നുമില്ല, ഒരു 5-10 കായോളം നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കുഞ്ഞൊരു പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും. നമ്മുടെ നാടൻ ചാമ്പയാണ്. ഇതെല്ലാ വർഷവും പൂക്കാറുണ്ട്. അത്യാവശ്യം നല്ല ചുമല കളറുള്ള ചാമ്പയ്ക്കയാണ്. നല്ല മധുരമൊന്നുമല്ല, നല്ല പുളിയാണ്, എന്നാൽ ചെറിയൊരു മധുരമുള്ള നമ്മുടെ നാടൻ ചാമ്പ. ഇപ്പോഴും ഇതേ പൂവുണ്ട്. സീസൺ സമയത്ത് നല്ലപോലെ ഇത് കായ്ക്കും കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പേരയാണ്. ഇത് നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ്. ഇതൊരു 6 വർഷമായിട്ടുണ്ട്. ഇത് 1 കിലോ പേരയാണ്. നമുക്കിത് ഇതിൽ നിന്ന് ഇഷ്ടം പോലെ കായ കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല വലിപ്പമുള്ള കായായിരുന്നു. ഏതാണ്ട് 1/2 കിലോയ്ക്ക് അടുത്ത് വരുന്ന പേരയ്ക്ക വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ചെറിയ ചെറിയ പേരയ്ക്കയാണ്. കൂടുതൽ നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ കിളികൾ മൊത്തം കുത്തിയിടുകയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ കവറിട്ട് കെട്ടി നിർത്തും. ഇനി അടുത്ത് നമ്മുടെ ചാരാത്തയാണ്. ഇതെല്ലാം ഇപ്പം 2 ഫ്രൂട്ട് ഉണ്ട്. നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ചാരാത്ത. പണ്ടൊക്കെ ഈ ചാരാത്ത നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സുലഭമായിട്ട് കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതങ്ങ് കാണാനില്ല. ഇപ്പോൾ ഇത് റെയറായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ഒരു കുഞ്ഞു മാംഗോസ്ട്രീനാണ്. ഇത് വെച്ചിട്ടൊരു 4 മാസമായതേ ഉള്ളൂ. ഇതിനപ്പുറത്തൊരു മരത്തിൻ്റെ കുറ്റി നിൽക്കുന്നത് കണ്ടോ, ഇത് നമ്മുടെ വലിയ മാംഗോസ്ട്രീനാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സീഷോർ മാംഗോസ്ട്രീൻ ഉണ്ട്, അത് വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞേ. അത് വെട്ടിയതിന് ശേഷം ആ സ്ഥാനത്ത് വെച്ചതാണ് നമ്മൾ ഈ മാംഗോസ്ട്രീന്. ഇത് നമ്മുടെ മറ്റൊരു പുലാസൻ്റെ പ്ലാന്റാണ്, ബഡ് ചെയ്തതാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 6-7 മാസമായി ഇത് വാങ്ങി വെച്ചിട്ട്. ഇത് എപ്പോൾ കായ്ക്കുമെന്നൊന്നും നമുക്കിതിനെപ്പറ്റി നല്ല അറിവൊന്നുമില്ല. എന്തായാലും വെയിറ്റിങ്ങിലാണ്. ഇത് നമ്മുടെ റംബൂട്ടാനാണ്. നമുക്കിവിടെ ഒരു 3 റംബൂട്ടാനുണ്ട് ഇവിടെ. ഇതിലെ ഏറ്റവും വലിയൊരു റംബൂട്ടാനല്ലേ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്, അത് നമുക്ക് 2-3 വർഷം കൊണ്ട് പൂക്കുന്നുണ്ട്. പക്ഷേ കായ ഉണ്ടാകുന്നില്ല. ഈ വർഷം കൂടെ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് ഈ വർഷം കൂടെ ഒന്ന് നോക്കി കായ്ച്ചില്ലെങ്കിൽ നമ്മളത് വെട്ടിക്കളയാനാണ് പ്ലാന്. കൂടാതെ എൻ്റെ അടുത്ത് തന്നെ 2 പ്ലാന്റ് കൂടെ നിൽപ്പുണ്ട് ചെറുത്. അപ്പം അത് പോയാലും നമുക്ക് വേറെ 2 പ്ലാന്റ് ഉണ്ട്. പൂത്തില്ലെങ്കിൽ പിന്നെ നമുക്കൊരു പ്രയോജനമില്ലല്ലോ അത് വെച്ചിട്ട്. അടുത്ത നമ്മുടെ ഒരു പ്ലാവോടുണ്ട്. ഇത് നമ്മുടെ സിദ്ധു എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന പ്ലാവാണ്. ഇത് ചുമല ചക്കയാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു വർഷത്തിന് മേളിലായിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഇത് നല്ല മധുരമുള്ള ചുളയാണ് ഈ ചക്കയുടെ. ഏകദേശം ഒരു 6-7 വർഷം എടുക്കും ഒന്ന് കായ്ച്ചു വരാൻ. അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റാണ് നമ്മുടെ വീട്ടിലുള്ളത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തണം.
മറ്റൊരു വീഡിയോയുമായി വരുന്നിടം വരേക്കും ബൈ ബൈ. താങ്ക് യു.